അത് ഇനിയൊരു ബൃഹത്തായ യോഗം വിളിച്ചിട്ട് ഈ പ്രത്യേക വിഷയത്തിലൊരു ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നിർമ്മാതാക്കളെ മാത്രമല്ല, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവിടെ ഈ ആർട്ടിസ്റ്റിനെ മാത്രം നമ്മൾ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു, കാരണം അവർക്ക് കുറച്ച് ഗ്ലാമർ ഉള്ളത്. ഇവിടെ അതിലുപരി ടെക്നീഷ്യൻസ് ഉണ്ട്, ഇത് ലഹരി ഉപയോഗിക്കുന്നു, ലഹരി ഉപയോഗിച്ച് പടം സംവിധാനം ചെയ്യുന്നവരുണ്ട്, ലഹരി ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്, ലഹരി ഉപയോഗിച്ചതിന് ശേഷം കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നവരുണ്ട്. ഇവിടെ എന്തെല്ലാം അങ്ങനെയുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഇവിടെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പം അതിനൊരു മൂവ്മെൻറ്റ് ഫെഫ്ക തുടങ്ങി വച്ചിട്ടുണ്ട് അതിനെതിരെ. അപ്പം അത് നല്ല കാര്യമാണ്, നല്ലൊരു ഗസ്റ്ററാണ്. അപ്പം അതുകൂടെ പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ആ മേഖലയിൽ നിന്ന് കുറയ്ക്കുമായിരിക്കാം. ഇപ്പം വൈകുന്നേരം അറിഞ്ഞൊരു കാര്യം, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പറയുന്നു, അവർ സംവിധായകൻ്റെ അടുത്ത് ഞാൻ അസോസിയേറ്റഡ് വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ ഉപയോഗിക്കില്ല, എന്നാൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അതുവരെ എത്തി നിൽക്കുകയാണ്, ഒന്നാലോചിച്ച്. അപ്പം പിന്നെ ആർട്ടിസ്റ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആർട്ടിസ്റ്റിൽ കുറച്ച് പേരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്താണ് അതൊരു പൊതു ശല്യമായി മാറാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷമാണ് ജനം കൂടി അറിഞ്ഞ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ സെറ്റിലും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള ഒരു കമ്പൽസറി ആക്ട് വന്നു കഴിഞ്ഞു. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭംഗിയായി നടത്തുന്നുണ്ട്. അവരെ അപ്ലിക്കേഷൻ സ്വീകരിക്കണമെന്നുണ്ട് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പേപ്പർ കൊണ്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പേപ്പർ കൊടുത്ത് ആ പേപ്പർ ഫിലിം ചേംബറിലെത്തി, ഫിലിം ചേംബറാണ് ഇത് ചെയ്യുന്നുണ്ടോ, മറ്റ് അസോസിയേഷൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത് കേരള ഫിലിം ചേംബറാണ്. കേരള ഫിലിം ചേംബർ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. അങ്ങനെ ICC രൂപീകരിക്കാതെ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി സെൻസർ ചെയ്ത് പോയ സിനിമകളുമുണ്ട്. അപ്പോൾ ആ വിവരം യഥാസമയം ഈ പോലെ വനിതാ വികസന കോർപ്പറേഷൻ, അവരാണ് ഇതിൻ്റെ ഇപ്പോൾ തൽക്കാലം നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അപ്പം യഥാസമയം അറിയിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സിങ് ഇതിനകത്തുണ്ട്.